ഇന്ന ഉമ്മി സുലിബത് നഫ്സുഹാ വലം തൂസി വഅദുന്നുഹാ ലൗ തകല്ലമത് തസദ്ദഖത്. നബിയേ, എൻ്റെ ഉമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയ ഉമ്മയാണ്. അറ്റാക്ക് എന്നാ സ്വഹാബി പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് മരിച്ചു നബിയെ. ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഉമ്മാക്ക്. പക്ഷെ എനിക്ക് തോന്നുകയാണ്, ഉമ്മാക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഉമ്മ എന്തെങ്കിലും സ്വതക്ക പള്ളികൾക്കോ ദീനിനോ കൊടുക്കുമായിരുന്നു. പക്ഷേ ഉമ്മാക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. എൻ്റെ ഒരു സുഹൃത്ത് വടകര ഭാഗത്ത്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സയ്യിദന്മാരും ഉസ്താദന്മാരൊക്കെ വലിയ മുഹബ്ബത്ത് ചെയ്യുന്ന ഒരു മഹാൻ. അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. എനിക്ക് പെട്ടെന്നൊരു തലകറക്കം വന്നുപോയി, ഞാനങ്ങോട്ട് വീണു, ആശുപത്രിയിൽ പോയി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ വിഷമം അതല്ല, പെട്ടെന്ന് അങ്ങോട്ട് വീണപ്പോഴേ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഞാനത് മരിക്കാന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് എൻ്റെ ബാലൻസിൻ്റെ എന്തോ കുഴപ്പമായിരുന്നു എന്ന് അറിഞ്ഞത്. എനിക്ക് കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ കരയാണ്. റബ്ബേ, അങ്ങനെയൊക്കെ മരിക്കണ നേരത്ത് ഒറിജിനൽ മരണം നടക്കുമ്പോൾ എനിക്കങ്ങനെ ഓർമ്മ വരാണ്ടായി പോവോ? അങ്ങനെ തലകറങ്ങി വീണപ്പോൾ എനിക്കത് ചൊല്ലാൻ തോന്നിയില്ലല്ലോ എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, കരയെന്നെയാണ് വിഷമിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അവർക്ക് നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തും സലാമത്തും നൽകട്ടെ. ആമീൻ. മരണസമയത്ത് കലിമ ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇബ്നുൽ ഖയ്യിം, അല്ലാമ ഇബ്നുൽ ജൗസി, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നല്ല സ്വാലിഹായ മനുഷ്യനാണെന്നൊക്കെ വിചാരിച്ച് നടന്നിരുന്ന ഒരാൾ. ഞാൻ വിചാരിച്ച ആൾ വലിയ അള്ളാന്റെ വലിയാണ്. പക്ഷെ മരിക്കാൻ നേരത്ത് പറയാണ്, റബ്ബി വലംതനി, റബ്ബി വലംതനി, പടച്ചോനെ നീ എന്നോട് ഈ പണി കാണിച്ചല്ലേ, പടച്ചോനെ നീ എന്നെ ആക്രമിച്ചല്ലേ, അല്ലാഹുവേ നീ എനിക്ക് ദുൽമ ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത്. കലിമ ചൊല്ലി കൊടുക്കുമ്പോൾ ഇയാൾ ഇതാ പറയണത്, പടച്ചോനെ നീ എന്നെ കുഴക്കല്ലേ. അല്ലാഹുവിനെ പഴിചാരി മരിച്ചുപോയി. ഫമാസിൽതു അഖാഫുൽ മൗത ബഅദഹാ, ആ സീന് കണ്ടതിന് ശേഷം എനിക്ക് മരണം പേടിയാണ് എന്ന് അല്ലാമ ഇബ്നുൽ ജൗസി. മില്യൺ കണക്കിന് കിതാബുകൾ, പേജുകൾ കിതാബ് എഴുതിയ മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങൾ. എനിക്കതിന് ശേഷം പേടിയായി പോയി. നമ്മൾ വിചാരിക്കൂലേ, നല്ല മനുഷ്യന്മാരൊക്കെ ശരിക്കും അങ്ങനെ തന്നെ നല്ലതൊക്കെ മരിക്കണ്ടേ. പക്ഷേ എന്തോ ഒരു കുരുത്തക്കേട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. കലിമ ചൊല്ലാൻ പറ്റിയില്ല. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഇന്ന ഉമ്മി സുലിബത് നഫ്സുഹാ വലം തൂസി. നബിയേ, എൻ്റെ ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ കഴിയാതെ എൻ്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. നബിയേ, ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഉമ്മ വസിയത്ത് ചെയ്യുമായിരുന്നു. ആ ഉമ്മാക്ക് പകരം ഞാനൊരു സദഖ ചെയ്താൽ ഫഹൽ ലഹാ അജ്റുൻ ഇൻ തസദ്ദഖതു അൻഹാ വലിയ അജ്റുൻ. അങ്ങനെ എന്തെങ്കിലും ഉമ്മാന്റെ പേരിൽ ദാനം ചെയ്താൽ എനിക്ക് കൂലിയും എൻ്റെ ഉമ്മാക്ക് കൂലിയും അല്ലാഹു നൽകുമോ നബിയേ? ഖാല നഅം, അതെ അല്ലാഹു നിങ്ങൾക്കും കൂലി തരും ഉമ്മാക്കും കൂലി തരും. ഫതസദ്ദഖ അൻഹാ, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് മറ്റൊന്നാണ്, മരിച്ചുപോയവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇനി മറ്റൊന്ന്, മാതാപിതാക്കൾ മരിച്ചുപോയാൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മാക്കോ ഉപ്പാക്കോ ഉണ്ടായിരുന്ന കൂട്ടുകാര്, ഉമ്മായുടെ കൂട്ടുകാരികള്, ഉപ്പായുടെ കൂട്ടുകാര്, നല്ല കൂട്ടുകാര്, കള്ളുടിയന്മാരെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും ചിലർക്ക്, അതല്ല നല്ല കൂട്ടുകാര്, ആ കൂട്ടുകാരോടുള്ള ബന്ധം സ്ഥാപിക്കുക, അവരോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുപോവുക. അത് മാതാപിതാക്കളോട് ചെയ്യുന്ന ഉപകാരമാണ്. മുത്തനബി തങ്ങൾ പറയുമായിരുന്നല്ലോ, ഇന്നാ ബർറുൽ ബിർരി അൻ യസ്ല റജുലു അഹ്ല ഉദ്ദി അബീഹി ബഅദ അൻ യുവല്ലിയൽ അബൂ. വാപ്പ മരിച്ചു പോയതിനു ശേഷം വാപ്പയുടെ സ്നേഹിതന്മാരോട് ബന്ധം പുലർത്തുന്നത് വാപ്പയോട് ചെയ്യുന്ന ഉപകാരമാണ് എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ ചങ്ങാതിമാര് പറയും, ആ വാപ്പാക്ക് ബന്ദിയോടൊരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ആ വാപ്പാക്ക് മൊഗ്രാലൊരു ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ, വാപ്പാക്ക് ബദിയെടുക്കയിൽ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ. പോയി കാണുക, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊണ്ടുപോയി കൊടുക്കുക. ഒന്നുമില്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പയെ നേരാമണ്ണം നോക്കാൻ പറ്റിയിട്ടില്ല, ആ സങ്കടം തീർക്കാൻ ഇത് മതിയാകും. ഉമ്മ മരിച്ചുപോയി, ഉമ്മയുടെ കൂട്ടുകാരികൾ. രസകരമായ സംഭവം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു കഴുതപ്പുറത്ത് നടക്കുകയാണ്. അങ്ങനെ ഒരു അറാബി വരുന്നുണ്ട്. ആ അറാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരോട് സലാം പറഞ്ഞു.
നേരത്തെ പറഞ്ഞ ആ യമൻ എന്നൊരു ഉമ്മയെടുത്ത് വന്നപ്പോൾ ചോദിച്ചില്ലേ, എൻ്റെ ഉമ്മാക്ക് ഇത് മതിയോ ചെയ്തു കൊടുത്തതെന്ന് ചോദിക്കപ്പെട്ട സ്വഹാബി. ഞാൻ സിയാറത്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ഷുഹദ, മക്കയിലെ ഷുഹദ എന്ന സ്ഥലത്താണ് അവരുടെ മഖബർ, ഒരു കെട്ടിൻ്റെ ഉള്ളിലാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അപ്പോ അവര് പറയാണ്, അവരിങ്ങനെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ഒരു അറാബിയായ മനുഷ്യൻ വന്നു. ഏതോ ഒരു നാടൻ മനുഷ്യൻ, കാട്ടറബി. സലാം പറഞ്ഞിട്ടുള്ളൂ. കഴുതപ്പുറത്ത് ഇറങ്ങിയിട്ടാ ഈ കഴുതകൾ കൊണ്ടുപോയിക്കോളി. തലപ്പാവും കൊടുത്തു. ഇത് നിങ്ങൾക്ക് തന്നെയാണ്, ഇത് എടുത്തോളി എന്ന് പറഞ്ഞ് തലപ്പാവും വെച്ചു കൊടുത്തു. കുറേ സമ്മാനം കൊടുത്തു. അപ്പോ മഹാനായ ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അടുത്തുണ്ട്. അസ്ലഹക്കല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചെയ്തതൊക്കെ നല്ല പണി തന്നെ. അറാബികൾക്ക് 10 റിയാൽ കൊടുത്താൽ തന്നെ ധാരാളമാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന കഴുതയും എങ്ങനെയുണ്ട്? നിങ്ങളൊരു സ്വിഫ്റ്റ് വാനിൽ പോവാണ്, വണ്ടി പോവാണ്, നിർത്തിയിട്ട് ഒരാൾ കാറേജ് കൊണ്ടുപോയി രജിസ്ട്രേഷൻ നിന്റെ പേരിലാക്കി തരാം, മുലുക്കിയും കൊണ്ടുപോയി കഴിഞ്ഞ് രജിസ്ട്രേഷൻ എടുത്തോ വണ്ടി എടുത്തോ പൈസയും ബാഗൊക്കെ കൊടുക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ? അതും ഏതോ നാട്ടും പുറത്തുള്ള ഒരാളെ കണ്ടപ്പോ. അപ്പൊ ഇബ്നു ഉമർ തങ്ങളോട് ചോദിച്ചു, അറാബികളല്ലേ, കുറച്ചു കൊടുത്താൽ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്, കുറച്ചു കൊടുത്താൽ തന്നെ സന്തോഷമാണ്, അവരോട് ഇങ്ങനെ വാരിക്കോരി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ കൊടുത്ത മറുപടി, ഈ അറാബിയുടെ വാപ്പ എന്റെ വാപ്പ ഉമർ എന്നവരുടെ കൂട്ടുകാരനായിരുന്നു. ഇങ്ങനെ ഈ അറാബിന്റെ വാപ്പ എന്റെ വാപ്പയുടെ കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ട് എന്റെ വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചെയ്ത ഉപകാരമാണത്. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഇന്ന അബറൽ ബിർരി സുലത്തുൽ വലദി അഹ്ല വുദ്ദി അബീഹി. വാപ്പയുടെ മരണശേഷം വാപ്പയുടെ കൂട്ടുകാരോട് മകൻ ചെയ്യുന്ന സ്നേഹബന്ധം വാപ്പയോട് ചെയ്യുന്ന ഉപകാരമാണെന്ന് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന അബാഹാദാ ഖാന വുദ്ദൽ ഉമർ, ഉമർ എന്നവരുടെ സുഹൃത്തായിരുന്നു ഈ അറാബിയുടെ വാപ്പ. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. വാഹനം കൊടുത്തു, തലപ്പാവും കൊടുത്തു, എല്ലാം കൊടുത്തു, സ്നേഹം കൊണ്ട്. അതിന്റെ കൂലി ആർക്ക് കിട്ടി? ഉമർ എന്നവർ ചെയ്ത സ്വതക്ക പോലെ. ഇബ്നു ഉമർ എന്നവർക്ക് കൂലി കിട്ടി, വാപ്പ ഉമർ എന്നവർക്കും കൂലി കിട്ടി. മാതാപിതാക്കളുടെ മരണശേഷം മൻ അഹബ്ബ അയ്യസുല അബാഹു ഫീ ഖബരിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പയോട് ഒരു ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവില്ല ജീവിതത്തിൽ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നൊന്നും അറിയില്ലായിരുന്നു, ഒരു വാദവും കേട്ടില്ല, ഞാനിട്ടത് ശ്രദ്ധിച്ചതുമില്ല, വാപ്പയെ നോക്കാനും പറ്റിയില്ല. വാപ്പ ഖബറിലാണ്. ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് മൻ അഹബ്ബ അൻ യസ്വില അബാഹു ഫീ ഖബരിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പയോട് ഉപകാരം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസ്വിൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, വാപ്പയുടെ സഹോദരന്മാര്, വാപ്പയുടെ കൂട്ടുകാര്, അവരോട് വാപ്പയുടെ മരണശേഷം ചെയ്യുന്ന ഉപകാരം വാപ്പയോട് ഖബറിൽ കിടക്കുന്ന ഉപ്പയോട് ചെയ്യുന്ന ഉപകാരം പോലെയാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നന്ദികേട് മാതാപിതാക്കളോട് ചെയ്തു പോകുന്നത് സ്വർഗവാതിലുകൾ കൊട്ടിയടക്കലാണ്. മഹാനായ ഇമാമുനാ നവവി റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രഗൽഭനായ ഇമാം, മദ്ഹബിന്റെ ആധികാരികമായ നിയമങ്ങൾ പറയാൻ അധികാരമുള്ള പണ്ഡിതൻ, മഹാനായ ഇമാമുനാ നവവി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ബുദ്ധിമുട്ടാക്കിയ ഒരു മകൻ മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോ ഇയാളോട് ദേഷ്യത്തിലാണ്. അങ്ങനത്തെ ഒരു മാതാവിനോട്, പിതാവിനോട് അവരിവനോട് ദേഷ്യം പിടിച്ചത് നീക്കിക്കളയാൻ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യം വരാതിരിക്കാൻ എന്താണ് ഇമാമേ ഒരു വഴിയുള്ളത്? ഞങ്ങൾ എന്ത് ചെയ്താലാ അവരുടെ ദേഷ്യം ഇല്ലാതെയാവുക? നേരത്തെ പറഞ്ഞതൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റിയില്ല, ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ ദേഷ്യപ്പെട്ടിട്ട് അവര് മരിച്ചുപോയത്, മരിക്കണ കാലത്ത് വെറുപ്പാണ്, എനിക്കവന്റെ മുഖം കാണണ്ട എന്ന് ഉമ്മ പറഞ്ഞു, അല്ലെങ്കിൽ വാപ്പ പറഞ്ഞു. പിന്നെ ഉമ്മയും വാപ്പയും വെറുതെ അങ്ങനത്തെ ഡയലോഗൊന്നും അടിക്കുകയും ചെയ്യരുത്. ശർഅ അംഗീകരിക്കുന്ന ഒരു കാരണമല്ലാതെ അങ്ങനെ പറയാനും പാടില്ല മക്കളോട്. അള്ളാഹുവോ അവന്റെ റസൂലോ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വിഷയം ചെയ്തതിന്റെ പേരിൽ അങ്ങനെ പറയാം എന്നല്ലാതെ വെറുതെ മക്കളോട്, ഒരു മകനോട് സ്നേഹം മറ്റേ മകനോട് ദേഷ്യം, അങ്ങനെയൊന്നും വേർതിരിച്ച് ഒരു ഉമ്മയും വാപ്പയും ചെയ്യാൻ പാടില്ല. അങ്ങനെ വെറുതെ മക്കൾക്കെതിരെ ദുആ ചെയ്ത അള്ളാഹു ആ ദുആ സ്വീകരിക്കൂല.
അങ്ങനെ ഒരു ഉമ്മയും വാപ്പയും വെറുതെ അന്യായമായ ഒരു മകനോട് ഒരു മോളോട് ദേഷ്യമാണ്. അങ്ങനെ അവർ എന്ത് കഅബന്റെ കില്ല പിടിച്ചു ദുആയിരുന്നാലും അള്ളാഹുവിന് ഉത്തരം കൊടുക്കൂല. മാതാപിതാക്കൾ കുറ്റക്കാരാവരുത് ദുആ ചെയ്യുമ്പോൾ. മക്കൾ കുറ്റക്കാരാവരുത് മാതാപിതാക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുക. ഇമാം നബവി തങ്ങളോട് ചോദിക്കുകയാണ്, മാതാപിതാക്കൾ ദേഷ്യപ്പെട്ട് മരിച്ചുപോയി, അവര് മരിക്കുമ്പോൾ മകനോട് ദേഷ്യമാണ്. ആ ദേഷ്യം മാതാപിതാക്കളുടെ ആ ദേഷ്യം ഇല്ലായ്മ ചെയ്യാൻ എന്താണ് വഴി? നാളെ പരലോകത്ത് അതിന്റെ മുത്താലബ അള്ളാഹു നാളെ ചോദ്യം ചെയ്യാതിരിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി യാതൊരു മറുപടിയാണ്. അമ്മാ മുത്താലബതുഹുമാ ലഹു ഫിൽ ആഖിറ ഫലാ ത്വരീഖ ഇലാ ഇബ്താലിഹാ. ദേഷ്യപ്പെട്ട് മാതാപിതാക്കൾ മരിച്ചുപോയി, ആ വിഷയം നാളെ അല്ലാഹു ആഖിറത്തിൽ ചോദിക്കാതിരിക്കാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചപ്പോ ലാ ത്വരീഖ ഇലാ ഇബ്താലിഹാ, അതില്ലായ്മ ചെയ്യാൻ ഇനി ഒരു വഴിയുമില്ല എന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അതുകൊണ്ട് പേടിക്കേണ്ട വിഷയമാണ്. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. മാതാപിതാക്കളോട് ഛേ എന്ന വാക്ക് പറയുകയും മാതാപിതാക്കൾ മക്കളോട് നന്നാവണം, നീ കള്ളുകുടിക്കല്ലേ, നീ മയക്കുമരുന്നിന്റെ ഗ്രൂപ്പിൽ പോവല്ലേ, നീ മദ്യപാനിയായി മാറല്ലേ, നീ നിന്റെ പ്രേമം അവസാനിപ്പിക്ക്, നീ വ്യഭിചാരത്തിന് പോവല്ലേ, ചീത്ത കൂട്ടുകാരുടെ കൂടെ പോവല്ലേ എന്ന് മാതാപിതാക്കൾ ഉപദേശിക്കുമ്പോൾ ഉഫ്ഫിൽ ലകുമാ, നിങ്ങൾക്ക് ശാപമുമ്മ, നിങ്ങൾ മോശപ്പെട്ട ഉമ്മയാണ് എന്ന് പറയുന്ന മക്കള് ഇന്നില്ലേ? ഖുർആൻ പറയും ഇന്നത്തെ കാലത്തോ നമ്മുടെ മക്കൾ പറയുന്ന പോലെ തോന്നിപ്പോവാ. ഉഫ്ഫിൽ ലകുമാ അതഇദാനിനി അൻ ഖുറജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി. ഉമ്മയും ഉപ്പയും ഉസല്ല വിരിച്ച് സുജൂദിൽ കിടന്ന് ദുആയിരക്കുന്ന പ്രാർത്ഥിക്കുന്ന ഉമ്മയും ഉപ്പയും. പക്ഷേ മക്കൾ നിരീശ്വരവാദികള്, മക്കള് പടച്ചോനില്ല എന്ന് പറയുന്നവര്, മോനെ നിസ്കരിക്കുക എന്ന് പറയുമ്പോ ആർക്കുമ്മ അള്ളാഹ്ക്ക് മോനെ അല്ല ഉണ്ടമ്മ, പടച്ചവനുണ്ടോ എന്ന് ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവിനെ കണ്ണുകൊണ്ട് കാണാത്തതിന്റെ പേരിൽ നിഷേധിക്കുന്ന നിരീശ്വരവാദികള് ഉമ്മയോട് വാപ്പയോട് മോശമായി പെരുമാറുന്ന ആ പെരുമാറ്റത്തിന്റെ ഒരു ഉദാഹരണം അല്ലാഹു പറയാണ് സൂറത്തുൽ അഹ്ഖാഫിൽ. ഉലൈക الذين حق عليهم القول في أمم قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. മാതാപിതാക്കൾ സാരോപദേശം നൽകുമ്പോ ഉമ്മ നിങ്ങൾ മോശക്കാരിയാണ്, ഉമ്മ നിങ്ങൾ എന്റെ കൂട്ടുകാരന്റെ ഉമ്മയെ പോലെയല്ലല്ലോ, എന്റെ കൂട്ടുകാരന്റെ ഉമ്മ അവന് ഐഫോൺ എക്സ്, ഐഫോൺ 10, ഐഫോൺ 11 എന്തെല്ലാം വാങ്ങിച്ചെടുത്തു, നിങ്ങളെന്താ എനിക്ക് ഫോൺ തരാത്തത്, നിങ്ങളെന്താ എന്നെ ടൂറിന് പറഞ്ഞേക്കാത്തത്, നിങ്ങൾ മോശപ്പെട്ട വാപ്പയാണ്, നിങ്ങളെന്താ എന്നെ എസ്കേഷന് പറഞ്ഞേക്കാത്തത്, നിങ്ങളെന്താ എന്നെ ബാംഗ്ലൂർ കാണാൻ വിടാത്തത്, മൂന്നാറ് കാണാൻ വിടാത്തത്. ഏതെങ്കിലും മക്കളിൽ തിന്മകളിലേക്ക് പോകുമോ എന്ന ആശങ്കയുടെ പേരിൽ മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഉമ്മ നിങ്ങൾ മോശപ്പെട്ടവളാണെന്നും വാപ്പാ നിങ്ങൾ നല്ല ഒരു വാപ്പയല്ലെന്നും പറയുന്ന +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ അല്ലാഹു നൽകുന്ന മറുപടിയാണിത്. ഉലൈകല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ, പരാജയത്തിന്റെ വചനം അവരുടെ മേൽ സുരക്ഷിതമാണ്, അവർ പരാജിതരാണ്. ഇന്നഹും കാനൂ ഖാസിരീൻ. 3 വിഭാഗം ആളുകൾ ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ലേ ഇല്ല. കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ലെങ്കിൽ നാളെ ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക? കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്തവര് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവൻ, വമുദ്മിനുൽ ഖംർ കള്ളുകുടിയനായ ആള്, വൽമന്നാനു അതാഅഹു ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു പറഞ്ഞ് ഒരു മനുഷ്യനെ പീഡിപ്പിക്കുന്ന ആള്. ഉപകാരം ചെയ്തത് നിനക്ക് ഞാൻ അത് തന്നില്ലേ,
നിനക്ക് ഞങ്ങൾ ഇത് സഹായിച്ചില്ലേ എന്ന് ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവന്, മുഴുകള്ളുകുടിയനായവന്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരെ, ഇവരോട് കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു വിഭാഗത്തിന് ഞങ്ങൾ പറഞ്ഞത് ലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയില്ല എന്നാണ്. ആ മൂന്നിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരുണ്ട്. അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ. ഒന്ന് വദ്ദയ്യൂസ്, സ്വന്തം കുടുംബത്തിൽ അള്ളാഹു പറഞ്ഞത് പ്രകാരം നടക്കാത്ത മക്കളുണ്ടായിരിക്കെ, പെൺകുട്ടികളും ആൺമക്കളും അള്ളാഹുവിനെതിരെ ചെയ്യുമ്പോൾ എനിക്കത് പ്രശ്നമല്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ, അവരെയാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. വറജലതു മിനൻ നിസാ, പെണ്ണുങ്ങളിൽ ആണുങ്ങളെപ്പോലെ ജീൻസ് ഇട്ടിട്ട്, ആണുങ്ങളെപ്പോലെ വസ്ത്രം ധരിച്ചിട്ട്, ആണുങ്ങളെപ്പോലെ വേഷവിധാനം ചെയ്ത് നടക്കുന്ന പെണ്ണുങ്ങൾ, ഇവരെ സ്വർഗത്തിലേക്ക് കടക്കുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. വേറെ ഒരു മൂന്ന് വിഭാഗത്തെ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ല, ഈ ആളുകളുടെ യാതൊരു ക്രയവിക്രയവും ഇബാദത്തോ ഒരു കാര്യമോ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ. വമന്നാൻ, ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു വിളിച്ചു പറയുന്നവൻ. വമുകദ്ദിബും ബിൽ ഖദ്രി, അല്ലാഹുവിന്റെ വിധികളെ നിഷേധിക്കുന്ന ആള്, ഖദർ ഖദാഇനെ നിഷേധിക്കുന്ന ആള്. മുഅ്മിനെ, അവരെ വേദനിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. ഒരാൾ വന്ന് ഹബീബിനോട് ചോദിച്ചില്ലയോ, യാ റസൂലല്ലാഹ്, നബിയേ, ശഹിദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചു നബിയേ, വ അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചു നബിയേ, വസല്ലൈതുൽ ഖംസ, 5 നേരത്തെ നിസ്കാരം ഞാൻ മുറതെറ്റാതെ നിർവഹിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ, വഅദ്ദൈതു സകാത മാലി, ഞാൻ എൻ്റെ സകാത്ത് കൊടുത്തു എന്നിരിക്കട്ടെ, വസുംതു റമളാൻ, റമളാൻ നോറ്റു എന്നിരിക്കട്ടെ, എന്താണ് നബിയേ എൻ്റെ അവസ്ഥ? ഈമാനും ഇസ്ലാമും ഒക്കെ ചെയ്തു, എനിക്ക് സ്വർഗം കിട്ടുമോ? ഇതാണ് ചോദ്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരുന്നു, മൻ മാത അലാ ഹാദാ, ഇങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ, ഖാന മഅൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ യൗമൽ ഖിയാമ ഹാകദാ, ഈമാൻ ഉണ്ടാവുകയും ഇസ്ലാം ഉണ്ടാവുകയും ചെയ്ത് മരണപ്പെട്ടു പോകുന്നവരെ നാളെ അംബിയാഇന്റെ ശുഹദാഇന്റെ സിദ്ദീഖുകളുടെ കൂടെ ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷണൽ ക്ലോസ് നബി തങ്ങൾ പറഞ്ഞു, മാലം യഅഖ്വാലിദൈഹി, അവന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരുന്നാൽ. ഇതൊക്കെ ചെയ്തു, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളാണെങ്കിൽ സ്വർഗമില്ല, സ്വർഗമില്ല. അല്ലെങ്കിൽ അവർ ഇങ്ങനെ 2 വിരൽ നിൽക്കുന്ന പോലെ അംബിയാഇന്റെ സിദ്ദീഖീങ്ങളുടെ അല്ലാഹുവിന്റെ ശുഹദാഇന്റെ കൂടെയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെങ്ങാനും നമ്മോട് ദേഷ്യപ്പെടുകയും അവരെങ്ങാനും നമുക്കെതിൽ ദുആ ഇറക്കുകയും ചെയ്താൽ ഒരുപക്ഷേ നമ്മുടെ ജീവിതം ദുന്യാവും ആഖിറവും പരാജയപ്പെട്ടു പോയേക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ ഒരു കേടായൊരു ദുആ വന്നു, ഭയങ്കര വിഷയമാണ്. ശരിക്കും വിദ്യാർത്ഥികളോടാണ് ശരിക്കും പറയേണ്ടത്. അല്ലാഹുവേ, ഒരു പിതാവ് തന്റെ മകനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു, മോനെ നന്നാവണം, മോനെ, മോനെ നീ കേടുവരരുത്, മോനെ നിന്റെ കൂട്ടുകാര് മോശക്കാരാണ്, അവരുടെ കൂടെ പോവല്ലേ എന്ന് ആ പിതാവ് എപ്പോഴെല്ലാം പറയുന്നു അപ്പോഴെല്ലാം ആ പിതാവിനെ ദേഷ്യം പിടിപ്പിച്ച് പിതാവിനോട് ആക്രോശിച്ചിരുന്ന ഒരു മകൻ. നമ്മുടെ ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണിത്. അവസാനം മകൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തപ്പോ മകനെ സാരോപദേശം നൽകിയ പിതാവിന്റെ മുഖത്ത് കരണത്തടിച്ചു ഈ മകൻ. ആ പിതാവ് ഒരു ശപഥം ചെയ്തു, അല്ലാഹുവിനോട് ശപഥം ചെയ്തു, വല്ലാഹി, അല്ലാഹുവേ, ഞാൻ സത്യം ചെയ്യുകയാണ്, നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ലയിൽ പിടിച്ച് ഞാൻ ദുആ ചെയ്യും എന്റെ മകനെതിരായിട്ട്. ആപ്പയുടെ മുഖത്തടിച്ചു മകൻ. ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ എന്റെ മകനെതിരെ ഞാൻ ദുആ ഇറക്കുന്നത്
കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടാണ്. അങ്ങനെ കഅബാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് 4 വരി കവിതയാണ് അദ്ദേഹം ചൊല്ലിയത്. മക്കയിലെ കഅബാലയത്തിൽ അദ്ദേഹം ഈ പ്രാർത്ഥനയായ വരികൾ ചൊല്ലുമ്പോൾ വീട്ടിൽ നല്ല കയ്യൂക്കുണ്ടായിരുന്ന മകന്റെ ഒരു ഭാഗം തളർന്നവൻ വീഴുകയായിരുന്നു. ഈ 4 വരി പാടി തീർക്കുമ്പോഴേക്കും ഇവിടെ വീട്ടിൽ അവന്റെ ഒരു ഭാഗം തളർന്നു പോകുന്നു. പിതാവിന്റെ ദുആ, ഹറമിൽ വെച്ചുള്ള ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേൾക്കുന്നു. ഉടനെ തന്നെ ശിക്ഷ വരുന്നു. ഇത് ചരിത്രത്തിലെ വലിയൊരു അത്ഭുതമാണ്. യാ മൻ ഇലൈഹി അതൽ ഹുജ്ജാജു ഖദ് ഖതഉ عرض المهامة من قرب ومن بعد إني أتيتك يا من لا يخيب من يدعوه مبتهلا بالواحد الصمد هذا منازل لا يرتد عن عققي فخذ بحقي يا رحمن من ولدي وشل منه بحول منك جانبه يا من تقدس لم يولد ولم يلد. ഒരിക്കലും ഒരു പിതാവോ മാതാവോ ഇല്ലാത്തവനെ, ജന്മം നൽകപ്പെടാത്തവനെ, നീയായിട്ട് ആർക്കും ജന്മം നൽകിയിട്ടുമില്ലല്ലോ, പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ലാത്തവനെ, എന്റെ മോൻ എന്നോട് ചെയ്ത പാതകത്തിന് റബ്ബേ വശുല്ല മിൻഹു ബിഹൗലിൻ മിൻക ജാനിബഹു, എന്നോട് ചെയ്ത ദുൽമിന് പകരം അവന്റെ ഒരു ഭാഗം തളർത്തിക്കളയണേ. യാ മൻ തഖദ്ദസ ലം യൂലദ് വലം യലിദി. ആ ദുആ ചെയ്തപ്പോ തന്റെ മകന്റെ ഒരു ഭാഗം തളർന്നു പോവുകയാണ് ഉണ്ടായത്. മരണം വരെ പിന്നെ എണീറ്റ് നിൽക്കാൻ പറ്റിയിട്ടില്ല. പിതാവിന്റെ ഒരു ദുആയാണിത്. സംസം കിണറ്, സംസമിന്റെ മഹത്വം നമുക്കറിയാം. എന്താ സംസം? സംസം എന്നത് ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആഇന്റെ ഉത്തരമാണ്, അല്ലേ? റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. അല്ലാഹുവേ, എൻ്റെ മക്കളെ ആരാരുമില്ലാത്തിടത്ത് ഞാൻ ഉപേക്ഷിച്ചു പോരുകയാണ്. അല്ലാഹുവേ, നീ അവർക്ക് ഭക്ഷണം കൊടുക്കണേ. സംസം തുആമു തുഅമിൻ വശറാബു ശുർബിൻ. അല്ലാഹു ഭക്ഷണത്തിന് ഭക്ഷണമായും പാനീയത്തിന് പാനീയമായും നൽകിയതാണ് സംസമെങ്കിൽ, സംസം ഇബ്രാഹിം നബി എന്ന വാപ്പ മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയുടെ ഉത്തരമാണ്. നല്ലത് പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട്, കേടായി പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട്. 3 ദഅവാത്തിൻ മുസ്തജാബ, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ. ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന. ചില റിവായത്തിൽ വലൗകാന കാഫിറൻ, ആക്രമിക്കപ്പെട്ടവൻ ഒരു മുസ്ലിം അല്ലെങ്കിലും ഒരു അവിശ്വാസി ഒരു മുസ്ലിം പരാജയപ്പെടുത്തി വഞ്ചിച്ചാൽ ആ വഞ്ചിക്കപ്പെട്ട അവിശ്വാസിയുടെ പ്രാർത്ഥനക്കും ഉത്തരമുണ്ടത്രേ. ദഅവത്തുൽ മദ്ലൂം വദഅവത്തുൽ മുസാഫിർ, യാത്ര പോകുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വദഅവത്തുൽ വാലിദി അലാ വലിദിഹി, വാപ്പ മക്കൾക്കെതിരെ ദുആ ഇരക്കുന്നത്, ഉമ്മ മക്കൾക്കെതിരെ ദുആ ഇരക്കുന്നത്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, മാതാപിതാക്കളോട് ഗുണം ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് മുസ്ലിമായി വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഉമ്മ അബൂ ഹുറൈറ തങ്ങളെപ്പോലെ തുടക്കത്തിലെ മുസ്ലിമത്തായവരല്ല. അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മ മുസ്ലിമല്ലാതിരുന്നപ്പോ അബൂ ഹുറൈറ തങ്ങള് നബിയോട് വന്ന് പരാതി പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മയെ ഒന്ന് നന്നാക്കാൻ അങ്ങ് ദുആ ചെയ്യണേ അല്ലാഹുവിനോട്. ഉമ്മയ്ക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്ന വിഷയം, മാതാപിതാക്കൾ നന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന കാലത്തോളം അവർക്ക് നാം ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മാതാപിതാക്കൾ ഒരു തിന്മയിലേക്ക് അങ്ങാനും നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ തിന്മയ്ക്ക് നമ്മൾ അവർക്ക് മറുപടി കൊടുക്കേണ്ടതില്ല. അവരുടെ ഹിദായത്തിന് വേണ്ടി ദുആ ഇരക്കുക. റസൂലുള്ളാഹി തങ്ങളോട്, ഹബീബായ തങ്ങളോട് വന്ന് പരാതി പറയുന്നു, നബിയേ,
എനിക്കങ്ങയോട് അത്രമേൽ ഇഷ്ടമാണ് നബിയെ. എന്നാൽ എൻ്റെ ഉമ്മ എന്നെ ചീത്ത പറയുന്നു നബിയെ. അങ്ങയെ പറ്റി പറഞ്ഞപ്പോ അങ്ങയെ ചീത്ത പറഞ്ഞു നബിയെ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എൻ്റെ ഉമ്മാക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ആര് പറഞ്ഞു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബിനോട് ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. മാതാപിതാക്കൾക്ക് ഹിദായത്ത് ലഭിച്ചില്ലെങ്കിൽ അവരുടെ ഹിദായത്തിന് വേണ്ടി ദുആ ഇറക്കണം നമ്മള്. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ. നബിയെ ചീത്ത പറഞ്ഞിട്ട ആ സങ്കടം കേൾക്കവയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അബൂ ഹുറൈറ തങ്ങള് രണ്ടാമത് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ വാതിൽ മുട്ടിയപ്പോ വീട്ടിന്റെ ഉള്ളിൽ ഉമ്മ കുളിക്കുന്ന ശബ്ദമാണ്. ഉമ്മ വസ്ത്രം മാറി മുഖമക്കന ധരിച്ച് വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു, മോനെ അബൂ ഹുറൈറ, അബ്ശിർ, സന്തോഷിച്ചോളൂ മോനെ. ഫഇന്നീ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലാണെന്നും അല്ലാഹു ഏകനായ സൃഷ്ടാവാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മോനെ. നബി അവിടെ നിന്ന് ദുആയിരുന്നു. വന്നപ്പോഴേക്കും ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ട് ഉമ്മയുടെ കൈപിടിച്ച് ഹബീബിന്റെ അരികത്ത് ചെന്ന് പറഞ്ഞു, നബിയേ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. എന്നെയും എൻ്റെ ഉമ്മയെയും ലോക മുസ്ലിമീങ്ങൾ സ്നേഹിക്കണം. ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളോടും സ്നേഹമുണ്ടാവണം. അതിനൊന്ന് ദുആയിരക്ക് നബിയേ. ഹബീബായ നബി ഞങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഹബീബായ ഞങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹബ്ബിബ് ഉബൈദക ഹാദാ, അല്ലാഹുവേ നിന്റെ അടിമയായ അബൂ ഹുറൈറയെ വ ഉമ്മഹു ഇലാ ഇബാദിക്കൽ മുഅ്മിനീൻ വഹബ്ബിബ് ഇലൈഹിമുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളോട് അബൂ ഹുറൈറ തങ്ങൾക്ക് സ്നേഹം, അബൂ ഹുറൈറ തങ്ങളോട് മുഅ്മിനീങ്ങൾക്ക് സ്നേഹം, അവരുടെ ഉമ്മയോട് സ്നേഹം അങ്ങനെ ആക്കി കൊടുക്കണേ എന്ന് അബൂ ഹുറൈറ തങ്ങൾക്ക് വേണ്ടി നബി ദുആ ചെയ്തു കൊടുത്തു. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഫമാ ഖൽഖുൻ മുഅ്മിനുൻ യസ്മഉ ബി വലാ യറാനി ഇല്ലാ അഹബ്ബനി. അങ്ങനെ ഏതൊരു മുസ്ലിമും എന്നെ പറ്റി കേൾക്കുമ്പോ, എന്റെ ഉമ്മയെ പറ്റി കേൾക്കുമ്പോ ഞങ്ങളോട് സ്നേഹമുള്ളവരാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. ഹബീബായ നബി ഞങ്ങളോട് വന്ന് ദുആയിരപ്പിച്ചു വാങ്ങിയതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. മാതാപിതാക്കളുടെ സ്നേഹവും അവരോടുള്ള ഇമ്പവും ഇഷ്ടവും നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു നൽകട്ടെ. അവരോടുള്ള പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നുപോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി ഖുർആൻ ഓതുകയും അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന നല്ല മക്കളാക്കി അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ.